കോട്ടയം തിരുവാതിക്കൽ വിജയകുമാറിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയിട്ടുള്ള അമിത് എന്ന് പറഞ്ഞിട്ടുള്ള ബംഗാളി, അതായത് ഹിന്ദി സംസാരിക്കുന്നവരെല്ലാം നമുക്ക് ബംഗാളികളാണല്ലോ. അപ്പോൾ ആ ബംഗാളിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അമിത് ഇവരെ കൊല്ലാനുള്ള കാരണമായിട്ട് പറയുന്നത്, ഇവൻ ഇവിടെ താമസിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അതായത് കുറേ നാൾ ജോലി ചെയ്തു, അവസാനം ഇവനെ പിരിച്ചു വിടുന്ന സമയത്ത് 1 മാസത്തെ ശമ്പളം കൊടുക്കാനുണ്ടായിരുന്നു. ആ ശമ്പളം കൊടുക്കാതെ ഈ വിജയകുമാർ ഇയാളായിട്ട് വലിപ്പിച്ച്, അങ്ങനെ ഈ വലിപ്പിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് വന്നിട്ട് അമിത് എന്ത് ചെയ്ത്, ഈ പറയുന്ന ആളുടെ ഫോൺ എടുത്ത് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഇതൊരു കേസായിട്ട് മാറുകയും ഇവനെ ഒരു 5 മാസം ജയിലിൽ കൊണ്ടുപോയിടുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രതികാരം, അത് ഈ 5 മാസം ജയിലിൽ ഇട്ട സമയത്ത് ഇവൻ്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യ അബോർഷനായി പോവുകയും ജയിലിൽ നിന്ന് ഇറക്കാൻ ആളില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഏതോ 2 പേര് വന്നിട്ട് ഇവനെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്തു. അതായത് ഏതോ 2 പേരെന്ന് പറയാനുള്ള കാരണം, ഇവനെ ജാമ്യത്തിൽ ഇറക്കാൻ ആളില്ല. അങ്ങനെ ഏതോ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ജാമ്യത്തിൽ ഇറക്കുന്നതോ ആയിട്ടുള്ള 2 സ്ത്രീകൾ വന്നിട്ട് ഇവനെ ജാമ്യത്തിൽ ഇറക്കി. അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് ഇവൻ അറിയുന്നത് ഇവൻ്റെ ഭാര്യ അബോർട്ടായി പോയി എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പ്രതികാരദാഹിയായിട്ടുള്ള നായകന്മാരില്ലേ, ആ ഒരു സെറ്റപ്പിലാണ് ഇവൻ ഈ വിജയകുമാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വിജയകുമാറിൻ്റെ വീടും പരിസരമൊക്കെ ഇവൻ അറിയുന്നത് കൊണ്ട് തന്നെ 2 ദിവസം മുമ്പ് കോട്ടയത്ത് വന്ന് ലോഡ്ജ് എടുത്ത് അവിടെ താമസിക്കുകയാണ്. അങ്ങനെ താമസിച്ചതിന് ശേഷം വീട്ടിലേക്ക് വരുന്നു. രാത്രിയാകുമ്പം CCTV എല്ലാം കട്ട് ചെയ്യുന്നു. എവിടെയാണ് CCTV എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ CCTV എല്ലാം കട്ട് ചെയ്ത് വിജയകുമാറിനെയും ഭാര്യേനെയും തലക്കടിച്ച് കൊല്ലുന്നു. ഇതാണ് സംഭവിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിജയകുമാർ എങ്ങനെയാണ് അമിതിനെ സെലക്ട് ചെയ്തത്, അതായത് വീട്ടിലേക്ക് ജോലിക്കായിട്ട് സെലക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിജയകുമാറിനൊരു ലോഡ്ജ് ഉണ്ടല്ലോ, അപ്പോൾ ആ ലോഡ്ജിൽ റൂം എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള അമിതും അമിതിൻ്റെ ഭാര്യയും, അങ്ങനെ അവരുമായിട്ട് സംസാരിച്ച് ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ്, നിനക്ക് ജോലി വേണമെങ്കിൽ ഞാൻ ആക്കി തരാം, അല്ലെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് വിജയകുമാർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ വിജയകുമാർ എന്ന് പറയുന്നത്, വിജയകുമാറിനൊരു മോനുണ്ടായിരുന്നു. വിജയകുമാറിൻ്റെ മോൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു കേസ് ഇപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസുകാർ അന്വേഷിച്ചിട്ട് വെറും സ്വാഭാവിക മരണമാണെന്നെല്ലാം പറഞ്ഞ് വിട്ടതിന് ശേഷം ഇദ്ദേഹം CBIനെ കൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പീൽ കൊടുക്കുകയും, അങ്ങനെ ഇപ്പോൾ CBI അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ഇവരുടെ മരണവും കൂടെ വന്നപ്പോഴത്തേക്കും ആളുകൾക്കെല്ലാം മൊത്തം ആകെ കൺഫ്യൂഷനായി. ഇതെന്താണ് സംഭവം, ഇത് ഈ പറയുന്ന അമിത് തന്നെ ചെയ്തതാണോ, ഈ പറയുന്ന ബംഗാളി എന്ന് പറയുന്നത് ഹിന്ദി സംസാരിക്കുന്ന ആരാണെങ്കിലും നമ്മൾ ബംഗാളി എന്ന് വിളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ബംഗാളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആൾ തന്നെ ചെയ്തതാണോ എന്നുള്ളത് സംശയം. കാരണം ഈ ഒറ്റയ്ക്ക് ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആളുകൾ പറയാൻ വേണ്ടി തുടങ്ങി. അപ്പം പോലീസുകാർ ഇതിന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അമിതിന് കറക്റ്റായിട്ട് ഇവനെ കൊല്ലണം, അല്ലെങ്കിൽ ഇവനോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരം വീട്ടണം എന്നുള്ള ആ ഒരു റിവഞ്ച് ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് പോലീസുകാർ പറയുന്നത്. അപ്പോൾ പോലീസുകാർ പറയുന്ന ആ ഒരു ഭാഗം നിങ്ങളൊന്ന് കണ്ടുവെക്കുക. ഈ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ ഇയാൾ 2024 ഫെബ്രുവരി മുതൽ വിജയകുമാറിൻ്റെ വീട്ടിലും അതുപോലെ ഓഡിറ്റോറിയത്തിലും ജോലി ചെയ്തിരുന്നു. ഒരു 6-7 മാസത്തോളം ജോലി ചെയ്തു. അവസാനം ഒരു 20 ദിവസത്തെ ശമ്പളം പെൻഡൻസി വന്നു. അതിനുശേഷം ഇയാളും ഭാര്യയും കൂടെ ഒരുമിച്ചായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. 2 പേരും നാട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം വിജയകുമാർ ഇയാളെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഒരു 10-15 ദിവസം ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം 1 മാസത്തെ ശമ്പളം പെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടുത്ത മാസം തരാം എന്ന് പറഞ്ഞ് നീക്കി വെച്ചതിലുള്ളൊരു വിരോധം ഇയാൾക്ക് അന്നേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് ഒരു ദിവസം അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അതിനുശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ആദ്യത്തെ ആ ക്രൈം ചെയ്തത്. ഇയാളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ഇയാളുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. അപ്പോൾ അതിൽ പണം ട്രാൻസാക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിജയകുമാർ 1930 വിളിച്ച് എമൗണ്ട് എല്ലാം പുട്ട് ഓൺ ഹോൾഡ് ആക്കിയിട്ടു. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ആ പണം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടുകൂടി പ്രതി പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും വിജയകുമാർ കൂട്ടാക്കിയില്ല. പോലീസിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. നമ്മൾ FIR രജിസ്റ്റർ ചെയ്തു. ഇയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം 5.5 മാസത്തോളം, നിങ്ങൾക്കത് അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ കേസിൽ 5.5 മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷവും പ്രതി വിജയകുമാറിനെ ബന്ധപ്പെട്ടിരുന്നു. കേസ് പിൻവലിക്കണം, പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അതിനും വിജയകുമാർ കൂട്ടാക്കിയില്ല. പിന്നെ റിമാൻഡിൽ കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഏകദേശം ഒരു 7-8 മാസമായപ്പോൾ ഗർഭം അലസിപ്പോയി. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ളൊരു വൈകാരിക പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ മാസം 19-ാം തീയതി കോട്ടയത്ത് വന്ന് താമസിച്ചു, പ്രീമെഡിറ്റേറ്റഡ് ആയിട്ട്. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് ഒരു വീട്ടിൽ ജോലി ചെയ്ത 2 പേര്, അതായത് ഈ പറയുന്ന അമിതും അമിതിൻ്റെ ഭാര്യയും, ഇവർ ജോലി ചെയ്തതിൻ്റെ പൈസ കൊടുക്കാൻ ഈ പറയുന്ന വിജയകുമാറിന്
ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇവൻ ആദ്യത്തെ കുറ്റം ചെയ്യുന്നത്. അതായത് ഇവൻ്റെ ഫോണിൽ നിന്നും പൈസ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരാൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണിയെടുത്ത പൈസ കൊടുക്കാൻ എന്താണ് ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഇതാണ് കുറച്ച് പൈസയും കുറച്ച് സെറ്റപ്പൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫുൾ എല്ലാവരും അല്ല പറയുന്നത്, ഒരു 50% ആളുകൾക്കും ഈ ഒരു മെൻറ്റാലിറ്റിയാണ്. അത് പണിയെടുത്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കാനൊരു ബുദ്ധിമുട്ടാണ്. കഴിക്കാത്ത എന്തോ ഒരു പ്രശ്നം. കയ്യിലുള്ള പൈസ, അതായത് പണിയെടുത്തിട്ടാണ് ചോദിക്കുന്നത്, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട്. അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് കാണിച്ചത് കൊണ്ട് തന്നെ ഇപ്പം എന്തായി? 2 പേരുടെ ജീവൻ പോയി. 2 പേരുടെ മാത്രമല്ല, ഈ പറയുന്ന അമിത്തിൻ്റെ ജീവിതവും പോയി, അമിത്തിൻ്റെ ഭാര്യയുടെ ജീവിതവും പോയി, ഇവരുടെ 2 പേരുടെയും ജീവിതവും പോയി. അതായത് പണിയെടുക്കുന്ന പൈസ കൊടുക്കാൻ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട്? അവരവർക്ക് കിട്ടേണ്ട പൈസ കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു അവകാശമാണ്. അത് കൊടുക്കാൻ ഇത്ര മടി എന്തിനാണ്? അതായത് എല്ലുമുറിയെ പണിയെടുത്ത് അവസാനം 1 മാസം കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇല്ല നിനക്ക് ഞാനിപ്പോൾ പൈസ തരുന്നില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞു കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആയിരുന്നു മറ്റേ പൈസ അടിച്ചു മാറ്റുന്നുള്ളൂ. അതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ അവൻ അന്ന് ചെയ്തത്, അവൻ അത്രത്തോളം ബുദ്ധിയേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. പൈസ കിട്ടിയില്ല, പണിയെടുത്തതിൻ്റെ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വന്ന് വാങ്ങിച്ചു കൊടുക്കും. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് അവൻ അത് ചെയ്യാൻ വേണ്ടി തോന്നിയില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ അമിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമിത് മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ പുറകിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇവർ അന്വേഷിക്കുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഇപ്പം നിലവിലെ ഒരു സാഹചര്യത്തിൽ അമിത് മാത്രമേ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ പല രീതിയിൽ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മകനെ കൊന്ന ടീം ഇപ്പോൾ ഈ അച്ഛനെയും അമ്മേനെയും കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഈ അമിത് എന്നുള്ളത്. പക്ഷേ അത് അങ്ങനെ വരാൻ യാതൊരു വഴിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് കറക്റ്റായിട്ടുള്ളൊരു മോട്ടീവ് ഉണ്ട്. എന്തിനാണ് ഇവരെ പോയി തട്ടുക എന്നുള്ളതിന് ഒരു മോട്ടീവ് ഉണ്ട് അമിതിന്. പക്ഷേ പറയാൻ പറ്റില്ല കേട്ടോ. ഇതിപ്പം പല കേസുകളും ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ളത് എന്താണെന്നുള്ളത് പോലീസുകാർ അന്വേഷിച്ച് തന്നെ കണ്ടെത്തട്ടെ. ഇപ്പം നിലവിൽ പോലീസുകാർ പറയുന്നത് അമിത് മാത്രമേ ഈ ഒരു കൊലപാതകത്തിൽ പങ്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, അതായത് ഈ പറയുന്ന വിജയകുമാറിന് പൈസ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ. അതായത് ജോലിക്കാരന് പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ വിജയകുമാർ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയത്, അതായത് ഇത്രത്തോളം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടാക്കിയത് എന്നുള്ളത് ഒരു സുഹൃത്ത് പറയുന്ന ഒരു വോയിസാണ് ഞാൻ ഇനി കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ വിജയകുമാർ നേരത്തെ വിദേശത്തായിരുന്നു. അവിടെ നിന്ന് എങ്ങനെ ഇദ്ദേഹം പൈസ ഉണ്ടാക്കിയെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാളൊരു സുഹൃത്താണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അല്ലെങ്കിൽ അയാൾ പോയപ്പോഴത്തേക്കും അയാളെക്കുറിച്ചുള്ള കുറ്റം പറയുന്ന രീതിയിലാണ് സുഹൃത്തെന്ന വ്യാജേന വന്നിട്ട് ഇദ്ദേഹം ഡയലോഗ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ സുഹൃത്ത് എന്ന് ഞാൻ വിളിക്കുന്നില്ല. എന്തായാലും വിജയകുമാറിനെ കുറിച്ച് ഇയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ജോർജ് എന്നാണ്. ഞാൻ ഈ വിജയകുമാറിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, ഈ വിജയകുമാറും ഞാനുമായിട്ട് ഞങ്ങൾ തമ്മിൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സൗദിയിലെ ഒരു 4-4.5 വർഷക്കാലം 93 മുതൽ 97, 98 വരെ എൻ്റെ 4 വർഷക്കാലം ജോലി ചെയ്ത ആളാണ്. വിജയകുമാർ എന്ന് പറഞ്ഞാൽ അതീവ ബുദ്ധിമാനാണ്. അയാളൊന്നും സാധാരണക്കാരൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. ബിസിനസ്സിൻ്റെ കാര്യത്തിലാണേലും ബുദ്ധിയുടെ കാര്യത്തിലാണേലും വളരെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പുള്ളിയുടെ 5 പൈസ ഒരാൾക്ക് നഷ്ടപ്പെടില്ല. പുള്ളിയുടെ കൊടുക്കത്തില്ല. പക്ഷെ പുള്ളി വേറൊരു മൈൻഡുണ്ട്. പുള്ളിക്ക് വേറെ ആരുടെ പൈസ വേണ്ടതാനും. പുള്ളി അങ്ങനെ ആരുടെയും ഇതില്ല. പക്ഷേ കച്ചവടം ചെയ്യുന്നതിന് 100-150% ലാഭം എടുത്തേ കച്ചവടം ചെയ്തുള്ളൂ. അങ്ങനെ സൗദിയിൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നു 2002 വരെ അദ്ദേഹം അവിടെ ബിസിനസ് ചെയ്തു. പുള്ളി ബഹ്റിനിലേക്ക് മാറി. അത് കഴിഞ്ഞൊന്നും പിന്നെ ക്ലച്ച് പിടിച്ചില്ല. ഇയാളുടെ വൈഫ് ഡോക്ടറായിരുന്നു. അവിടുത്തെ ഒരു ഗവൺമെൻറ് സർവീസിൽ ഡോക്ടറായിരുന്നു. അവർ റിട്ടയർ ചെയ്ത് പോകുന്നു കഴിഞ്ഞപ്പോൾ ഫാമിലി എല്ലാം ഇങ്ങ് പോകുന്നു. അത് കഴിഞ്ഞ്, അത് 96 അവർ പോകുന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇയാൾ ബാച്ചിലറായിട്ടാണോ താമസിച്ചിരുന്നത്. ഇയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ്, ഫിലിപ്പീൻ ഫുഡ്, തായ്ലൻഡ് ഫുഡ്, അറബി ഫുഡ് സ്റ്റഫായിരുന്നു ഇയാൾക്ക്. ഞങ്ങൾ 3-4 സെയിൽസ്മാൻമാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ലാഭത്തിൽ നല്ല ഇതിലാണ് ചെയ്തത്. ആ സമയത്തൊക്കെ ബിസിനസ് മോശമായി പുള്ളി ബിസിനസ് മോശമായ സമയത്ത് പുള്ളി ബിസിനസ് നിർത്തി പോന്നു. ആളെ സംബന്ധിച്ച് നല്ലൊരു 6 അടി ഹൈറ്റ് ഉണ്ട്. നല്ല ബുദ്ധിമാനാണ് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഈ പറയുന്ന ഈ ആസാമീനെ കൊണ്ടൊന്നും പുള്ളിയുടെ ഒരു വിരളെ പിടിക്കാൻ പറ്റത്തില്ല. ആള് നല്ല ആരോഗ്യവാനാണ്. ആള് നല്ല ഡയറ്റിങ്, നല്ല ഫിസിക്കലായിട്ട് നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ബോൾഡാണ് അദ്ദേഹത്തിൻ്റെ ബോഡി. അതിനകത്ത് കൂടെ ആളുണ്ടാവും, അതെന്തോ നമുക്കറിയില്ല. പക്ഷേ വിജയനെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പൈസ ഉണ്ടാക്കാൻ അറിയാവുന്നവനാണ്. പൈസ ഇഷ്ടം, അന്ന് തന്നെ പൈസയുണ്ട്, അങ്ങനെ നല്ല പൈസയുണ്ട്. അങ്ങോട്ട് ഉണ്ടാക്കിയ പൈസയാണ്. എൻ്റെ ഒരു 2008 വരെ അവിടെ ഉണ്ട് എനിക്കറിയാം.
പുള്ളി ആദ്യം അവിടെ ഒരു കമ്പനിയിൽ ചെറിയ ജോലിക്ക് വന്നാൽ അവിടെ നിന്നുകൊണ്ട് ആ വാർ ടൈമിലാണ് പുള്ളി അവിടെ ജോലി ചെയ്തുകൊണ്ട് മറ്റ് ബിസിനസ് ചെയ്ത് ആ വാർ ടൈമിൽ ചില 2-3 സ്പെഷ്യലൈസ് അവിടെ ബാൻഡായിട്ട് 2-3 സാധനങ്ങൾ വിറ്റാണ് പുള്ളി പൈസ ഉണ്ടാക്കിയത്. അതായത് ബീഡി, സിഗരറ്റ്, തമ്പാക്കു അങ്ങനെയുള്ള സാധനങ്ങൾ ഈ പട്ടാളക്കാർക്ക് സപ്ലൈ ചെയ്ത് ബീഡിയിലാണ് പുള്ളി അവിടെ നിന്ന് കാശ് കയറിപ്പോകുന്നത്. അത്രമാത്രം ബീഡി കച്ചവടവും ബീഡി സിഗരറ്റും ഒക്കെ വിറ്റാണ്. പിന്നെ ചിക്കൻ സോസേജ് അങ്ങനെയുള്ള ചില റെയറായിട്ടുള്ള ചില സാധനങ്ങൾ ആ സമയത്ത് പട്ടാളക്കാരൊക്കെ അങ്ങനെ ഒരിടത്ത് സാധനം കിട്ടാനില്ല, പുള്ളി എടുത്ത് 100-ന് 300 രൂപ വരെയൊക്കെയാണ് പുള്ളി കൊടുത്തത്. അങ്ങനെ അമിത ലാഭം എടുത്ത് പുള്ളി പൈസ ഉണ്ടാക്കിയതാണ്. അത് വളരെ ബുദ്ധിമാനാണ്. പുള്ളിനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. പുള്ളിക്ക് പ്രോപ്പർട്ടി അന്ന് തന്നെ നല്ല സാമ്പത്തികമായി നല്ല ഇതിലാണ് പുള്ളി അവിടെ നിന്ന് പോരുന്നത് തന്നെ. പിന്നെ ഈ പറയുന്ന നമ്മുടെ ജെയിംസ് പറഞ്ഞ പുള്ളി മറ്റുള്ള ആളുകളുമായിട്ട് പുള്ളിക്ക് അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല. പുള്ളി സൗദിയിൽ വെച്ച് തന്നെയാണെങ്കിലും ചുരുക്കം 1-2 വ്യക്തികളുമായിട്ടുള്ള ഒരു കണക്ഷനുള്ളൂ. അല്ലാതെ തൊട്ടടുത്തുള്ള കടക്കാരുമായിട്ട് പോലും പുള്ളിക്ക് യാതൊരു ഇതില്ല. പുള്ളിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇടവും വലമൊന്നും തിരിയത്തില്ല. പുള്ളിക്ക് അങ്ങനെ വേറെ ആരുമായിട്ടുള്ളൊരു കമ്മില്ല. രാവിലെ ഓഫീസുണ്ട്, കടയുണ്ട്. ഓഫീസിലും കടയിലും വരുന്നു, അത്ര തന്നെയുള്ളൂ. അതല്ല അങ്ങനെ ആഘോഷമായിട്ടോ അങ്ങനെ ലാവിഷ ജീവിതമൊന്നും അല്ലായിരുന്നു. ഒരു ഷർട്ട് 3 ദിവസം ഇട്ടുണ്ട്. മറ്റുള്ളവരെ പോലെ ഞാൻ ആർഭാടമായിട്ടുള്ളൊരു ലൈഫ് അല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നത്. പുള്ളി ആ ഒരു എങ്ങനെയുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അയാളെക്കുറിച്ച് വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എന്താ പറയുക, അയാൾ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഇമാതിരിയുള്ള സുഹൃത്തുക്കളും കൂടെ ജോലി ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. മരിച്ചു കഴിയുമ്പോഴത്തേക്കും കിട്ടിയ ഒരു അവസരം മുതലാക്കാമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ പണ്ട് ഇയാളോട് പൈസ ചോദിച്ച സമയത്ത് വേണം കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കും. വിജയകുമാറിനോട് പൈസ ചോദിച്ച സമയത്ത് ഈ പറയുന്ന വിജയകുമാർ ഇയാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കും. അതിൻ്റെ ഒരു ചുരുക്ക് തീർക്കുന്നതായിരിക്കും ഇപ്പം വന്നിരുന്നിട്ട്. എന്തായാലും ആള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ പൈസയായിരുന്നു നാട്ടിൽ കൊണ്ടുവന്ന് ഒരു ഹോട്ടലും വെച്ച് വലിയൊരു വീടെല്ലാം വെച്ച് ഒരു സമാധാനത്തോടെ ജീവിക്കുകയായിരുന്നു. പക്ഷെ അവരുടെ മകൻ മരിച്ചതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ടായിരുന്നു. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കൊലപാതകം നടന്നത്. ഇപ്പോൾ ഏതായാലും പ്രതിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് തന്നെയാണോ പ്രതി എന്നുള്ളത് പോലീസുകാർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിനെക്കുറിച്ച് ബാക്കി അന്നേരം സംസാരിക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.